അങ്ങനെ ദേ UAE വീണ്ടും ഒരു തണുപ്പ് കാലം തുടങ്ങുകയാണ്. ഇനിയിപ്പം വീക്കെൻഡ്സ് ഹോളിഡേയ്സ് ഒക്കെ ആഘോഷിക്കാൻ എല്ലാവരും പ്ലേസസ് നോക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ. ഇതിപ്പം ഞങ്ങൾ ലാസ്റ്റ് മാർച്ചിൽ പോയൊരു ട്രിപ്പാണ്. കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അവരെയും കൊണ്ട് അബുദാബിയിലേക്കാണ് ഞങ്ങൾ ഈ വന്നിരിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ നാട്ടിലെ സ്ഥിര താമസക്കാരാണ്. ഇതിനിടയ്ക്ക് വന്ന പല അട്രാക്ഷൻസും ഇന്ന് കാണാം നാളെ കാണാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ച് നീണ്ടു പോകുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ടൂറിസ്റ്റായിട്ട് വരുന്നവർ കാണുന്ന പലതും നമ്മൾ UAE താമസിക്കുന്നവർ കാണുന്നത് നാട്ടിൽ നിന്ന് ആരെങ്കിലും വിസിറ്റിന് വരുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നാളായിട്ട് മാറ്റി വെച്ചൊരു സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അതെ, അബുദാബിയിലെ പ്രസിഡൻഷ്യൽ പാലസായ ഖസറുൽ വത്താനിലേക്കാണ് ഞങ്ങൾ ഈ വെച്ച് പിടിക്കുന്നത്. അപ്പോൾ സനീസ് വ്ലോഗിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളിതേ കോർണിഷ് റോഡിലൂടെയൊക്കെ പാസ് ചെയ്ത് ഒടുവിൽ പാലസ് റോഡിൽ കയറി. അപ്പം അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ വഴിയും തെറ്റിച്ചു. പിന്നെ അവിടെ എവിടെയൊക്കെ തോക്കും പിടിച്ചെന്ന ഗാർഡ്സിനോടൊക്കെ ചോദിച്ച് ഒടുവിൽ ഞങ്ങൾ പാലസിലെത്തി. ഇവിടുന്ന് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറ്റിയാണ് നമ്മളിവർ പാലസിലേക്ക് കൊണ്ടുവന്നത്. അബുദാബിയുടെ ഹൃദയഭാഗത്ത് നിലനിൽക്കുന്നൊരു കൊട്ടാരമാണ് ഖസറുൽ വത്താൻ, അതല്ലെങ്കിൽ UAE പ്രസിഡൻഷ്യൽ പാലസ് എന്ന് പറയുന്നത്. കൊട്ടാരത്തിലേക്കുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ അവിടെ എത്തിയാൽ പാലിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ രണ്ട് മക്കൾക്കും ഒരു ചെറിയ ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തിട്ടാണ് യാത്ര തുടങ്ങിയത്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമെന്ന് പറയുന്നത് പോലെ അവിടെ എത്തുമ്പോൾ ഇവരിതൊക്കെ മറക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൊട്ടാരത്തിൻ്റെ വലിപ്പം വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകും. 3,80,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. അതായത് ഏകദേശം 53 ഫുട്ബോൾ ഫീൽഡ്സിൻ്റെ വലിപ്പം വരും. പാലസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡ്രസ് കോഡാണുള്ളത്. നിക്കറും സ്ലീവ്ലെസ്സും ഒക്കെ മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ അകത്തേക്ക് കടത്തിവിടില്ല എന്നർത്ഥം. ടിക്കറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ ലൈനിൽ നിന്നപ്പം പല സായിപ്പന്മാർ ഇതൊന്നും അറിയാതെ കുട്ടി നിക്കറക്കിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് കൊടുത്തപ്പോൾ തന്നെ ഇവിടുത്തെ സ്റ്റാഫ്സ് അവരോട് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും ശരീരം കവരാനുള്ള ഡ്രസ്സില്ലാത്തവർക്ക് അതൊക്കെ കൊടുത്ത് അത് അവരുടുത്തെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അകത്തേക്ക് കടത്തിവിട്ടത്. അതല്ലെങ്കിലും അതിഥികളെ സ്വീകരിക്കുന്നതിലും അവരുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിലും നമ്മുടെ UAE കഴിഞ്ഞാലേ മറ്റൊരു രാജ്യം വരത്തുള്ളൂ. ഒരു റെസിഡൻ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ശരിക്കും അഭിമാനം കൊള്ളാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വൈറ്റ് ഗ്രാനൈറ്റും ലൈം സ്റ്റോണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഫുള്ള് വൈറ്റ് കളറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു വാവ് ഫീലിംഗ് തോന്നിപ്പോവും. പീസ് ആൻഡ് പ്രോസ്പെറിറ്റി എന്ന തീമിലാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പം വെറുതെ അല്ലേ കൊട്ടാരം വൈറ്റ് കളറിലായത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. കോട്ടയാടിൽ നിന്ന് ഒരു കൂറ്റൻ വാതിൽ പിന്നിട്ട് ഞങ്ങളങ്ങനെ കൊട്ടാരത്തിനുള്ളിൽ കടന്നു. പ്രസിഡൻഷ്യൽ പാലസ് എന്നൊക്കെ കേട്ടപ്പം മക്കൾ ആദ്യം ചോദിച്ചത് ഇവിടെ വന്നാൽ പ്രസിഡന്റിനെ കാണാൻ പറ്റുമോ, രാജാവ് ഇവിടെയാണോ താമസിക്കുന്നത് എന്നൊക്കെയായിരുന്നു. എനിക്കും ഇതേ സംശയമൊക്കെ തന്നെയായിരുന്നു മനസ്സിൽ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ധാരണയായത്. ഇവിടെ ആരും താമസിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റായ ഗസ്റ്റിനെ സ്വീകരിക്കാനും പ്രധാനപ്പെട്ട മീറ്റിംഗ്സും മറ്റും കണ്ടക്ട് ചെയ്യാനൊക്കെ മാത്രമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലസാണ്. നമ്മളീ നിൽക്കുന്നത് പാലസിൻ്റെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന ദ ഗ്രേറ്റ് ഹാളിലാണ്. പാലസിലെ ഏറ്റവും വിശാലമായിട്ടുള്ള സ്പേസാണ് ഈ ഒരു ഹാള്. ഒഫീഷ്യൽ സ്റ്റേറ്റ് സെറമണീസും കൾച്ചറൽ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നത് ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ്. ഇന്ന് പക്ഷേ പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നും കാണാനില്ല. അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളിവിടെ ഓടിക്കളിക്കുന്നുണ്ട്. ഇവിടുത്തെ ഡിസൈൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൻറ്റർ പോയിന്റിൽ നിന്ന് എവിടേക്ക് നോക്കിയാലും എല്ലാം സിമെട്രിക്കലാണ്. നിങ്ങളിവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇതിൻ്റെ കളേഴ്സിനെ പറ്റിയാണ് ഞാനീ പറയുന്നത്. ഇതിലുപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും 4 കളേഴ്സാണ്. ഈ കളേഴ്സ് ചുമ്മാ അങ്ങ് സെലക്ട് ചെയ്തൊന്നുമല്ല. UAE കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കളേഴ്സാണ് ഈ 4. വൈറ്റ്, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ബ്രൗണ് എന്ന 4 കളറുകളാണ് ഇവിടെ പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ലൈറ്റ് ബ്ലൂ ആകാശത്തിനെയും, ഡാർക്ക് ബ്ലൂ അറേബ്യൻ ഗൾഫിനെയും, ബ്രൗണ് ഡെസേർട്ടിനെയും, വൈറ്റ് സമാധാനത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. എത്ര യുണീക്കായിട്ടുള്ള തോട്ടാണല്ലേ. ഈ കളറ് സെലക്ട് ചെയ്ത് ആരാന്നറിയാമോ? UAE പ്രസിഡൻ്റായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കളേഴ്സുകൾ ഉപയോഗിച്ച് കൊട്ടാരം പണിതത്. ദാ ഇത് കണ്ടോ? ഇവിടുത്തെ ഡിസൈനായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന തരത്തിൽ ഹോളിൻ്റെ 4 വശത്തും 4 ക്യൂബ്സ് വെച്ചിട്ടുണ്ട്. കൊട്ടാരം പണിതപ്പോൾ തന്നെ ആദ്യം ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നതല്ല. പിന്നീട് ഖസറുൽ വത്താൻ പബ്ലിക്കിനായിട്ട് ഓപ്പൺ ആക്കി കൊടുത്തപ്പോഴാണ് ഇത് സ്ഥാപിച്ചത്.
അതിൽ കൊടുത്തിരിക്കുന്ന മിററിൻ്റെ ഡിസൈൻസ് പോലും ഹോളിലെ ഡിസൈനുമായിട്ട് വേറിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടെയാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ഈ ക്യൂബ്സിനുള്ളിൽ എന്താണുള്ളത് എന്നായിരിക്കും നിങ്ങളിപ്പോൾ മനസ്സിൽ ചോദിച്ചതല്ലേ? ഗ്രേറ്റ് ഹാളിൻ്റെ ആർക്കിടെക്ചറിനെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ് വിവരിക്കുന്ന സ്ക്രീനുകളാണ് ഇതിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മളിപ്പം നിൽക്കുന്നത് പാലസിൻ്റെ ലെഫ്റ്റ് വിങ്ങിലാണ്. ഹെറിറ്റേജ് ആൻഡ് നോളജ് എന്ന കോൺസെപ്റ്റിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പാലസിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നൊരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ദ പവർ ഓഫ് വേർഡ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അറബിക് കാലിഗ്രഫി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണിത്. ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇതിനുള്ളിൽ നിന്ന് ഫോട്ടോസ് എടുക്കണമെന്ന് ഞങ്ങൾ ഡയറിയിൽ കുറിച്ചിട്ടതാണ്. UAEയുടെ ഫൗണ്ടിംഗ് ഫാദറായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ പ്രശസ്തമായ കോട്ട എമിറാത്തി ആർട്ടിസ്റ്റായ മത്താർ ബിൻ ലാഹിജ് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണിത്. വെൽത്ത് ഈസ് നോട്ട് ഇൻ മണി ആൻഡ് ഓയിൽ. വെൽത്ത് ലൈസ് ഇൻ പീപ്പിൾ ആൻഡ് ഈസ് വർത്ത്ലെസ് ഇഫ് നോട്ട് ഡെഡിക്കേറ്റഡ് ടു സെർവ് ദ പീപ്പിൾ. പണത്തിലോ ഓയിലിലോ ഒന്നുമല്ല സമ്പത്ത് സ്ഥിതി ചെയ്യുന്നതെന്നും അത് ജനസേവനത്തിനായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മളിവിടെയൊക്കെ നിർത്തി ഫോട്ടോസ് എടുത്തു തരും. പിന്നീട് കാശ് കൊടുത്ത് നമുക്ക് ഈ ചിത്രങ്ങളൊക്കെ വാങ്ങാനും പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ ഫോട്ടോസ് എടുക്കുന്നതിന് യാതൊരു വിലക്കുമില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോസ് എടുക്കാം, പക്ഷേ അതിനായിട്ട് എപ്പോഴും ഇവിടെ വലിയൊരു ക്യൂ ഉണ്ടാകും എന്ന് മാത്രം. ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നതൊക്കെ നോക്കി ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു. പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല പാലസിനകത്തെത്തിയപ്പം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കൂടുതലും ടൂറിസം കമ്പനികളുടെ കൂടെ എത്തുന്ന ടൂർ ഗ്രൂപ്പ്സാണ് വന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ തിരക്കങ്ങ് കുറയുന്നുമുണ്ട്. ഞങ്ങൾ പയ്യെ നടന്ന് ലൈബ്രറിയുടെ അടുത്തെത്തി. ഇവിടെ ഈ ബുക്കുകൾ ഷോക്കേസ് ചെയ്ത ഭാഗത്തിന് ഒയാസിസ് എന്നാണ് പറയുന്നത്. ലൈബ്രറിയുടെ സെൻട്രൽ ഏരിയ ആണിത്. നമ്മൾ വിസിറ്റേഴ്സിന് ഇവിടം വരെ കടക്കാൻ മാത്രമേ അനുവാദമുള്ളൂ. സ്പെഷ്യൽ ലൈബ്രറി പാസ് ഉള്ളവർക്ക് മാത്രമേ ലൈബ്രറിക്കുള്ളിലേക്ക് കടക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ലൈബ്രറിയിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നീട് ഞങ്ങൾ പോയത് പ്രസിഡൻഷ്യൽ ഗിഫ്റ്റ്സ് എന്ന ഏരിയയിലേക്കാണ്. മറ്റ് രാജ്യങ്ങൾ UAEക്ക് നൽകിയ സമ്മാനങ്ങൾ എക്സിബിറ്റ് ചെയ്യുന്ന ഒരിടമാണിത്. രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ് ഈ കാണുന്ന സമ്മാനങ്ങളൊക്കെ. സ്വർണത്തിൽ പണിത വാളുകൾ, രത്നക്കല്ലുകൾ തുടങ്ങി നിരവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഫാൽക്കണറി എന്ന് പറയുന്നത് UAEയിലെ ട്രഡീഷണൽ സ്പോർട്സ് ആണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പലവിധ കോസ്റ്റ്യൂംസും ഇവിടെ കാണാം. ഈ മാസ്ക് ഒക്കെ ജർമ്മനി ഗിഫ്റ്റ് ചെയ്തതാണ്. ഫാൽക്കണറി എക്യുപ്മെൻറ്റ്സിൻ്റെ ഫേമസ് മാനുഫാക്ചേഴ്സ് അവരാണ്. അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ കൊടുത്ത ഗിഫ്റ്റുകളും ഇവിടെ കാണാൻ പറ്റും. ഒരു സ്പെസിഫിക് റിലീജിയനെ എടുത്തു കാണിക്കുന്ന ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്ട്സ് എന്ന കാറ്റഗറിയിലുള്ളത്. ഈ കാണുന്ന ബ്ലാക്ക് കവർ മക്കയിലെ കഅബയിലേതാണ്. ഖുറാനിലെ വേഴ്സസ് ഗോൾഡൻ ത്രെഡിലാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു ഡ്രസ്സിങ്ങിന് കിസ്വ എന്നാണ് പറയുന്നത്. മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റുകളും ഇതിനോടൊപ്പം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് മീറ്റിംഗ് റൂം. സ്റ്റേറ്റ് വിസിറ്റൊക്കെ നടക്കുന്ന സമയത്ത് മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഈ റൂമിൽ വെച്ചിട്ടാണ്. മീറ്റിങ്ങിൻ്റെ പേർപ്പസ് അനുസരിച്ച് ഈ റൂമിൻ്റെ സെറ്റപ്പിൽ ചേഞ്ചസ് വരുത്തും. ഇതിൻ്റെ ഒരു സൈഡിൽ എപ്പോഴും UAEയുടെ ഫ്ലാഗും അടുത്ത സൈഡിൽ മീറ്റിങ്ങിനൊപ്പമുള്ള കൺട്രിയുടെ ഫ്ലാഗും ആയിരിക്കും ഉണ്ടാകുന്നത്. UAEയുടെ ഫൗണ്ടിംഗ് ഫാദറായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ ചിത്രവും ഈ റൂമിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് ബാങ്കറ്റ് ഹാൾ. അതായത് ഇവിടെ വരുന്ന ഗസ്റ്റിനെയൊക്കെ സൽക്കരിക്കുന്നത് ഈ ഒരു ഹാൾ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഫോർമേഷൻ പലതരത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. 300ഓളം ഗസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാളാണിത്. നമ്മൾ ഈ കസർവത്താനിൽ കാണുന്ന ഈ കാർപ്പറ്റ്സ് ഒക്കെ തായ് സിൽക്കിൽ ഉണ്ടാക്കിയതാണ്. അതിനും ഈ സെയിം കളർ സ്കീം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങും ഫ്ലോറിങ്ങും തമ്മിലുള്ള യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സിൽവർ വെയർ ശ്രദ്ധിച്ചോ? കസർവത്താൻ വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പാത്രങ്ങളാണിത്. ലോകത്ത് മറ്റെവിടെ പോയാലും ഇതേപോലെയുള്ള പാത്രങ്ങൾ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയാണ് ഈ റൂമിൽ ആതിഥ്യം സ്വീകരിച്ച ആദ്യത്തെ ലീഡർ.
സാധാരണ ഇവിടെ ലോക്കൽ എമിറാത്തി ഡിഷസാണ് വിളമ്പുന്നത്. പക്ഷേ 2018 നമ്മുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി ഇവിടെ സന്ദർശിച്ചപ്പം ഇന്ത്യൻ ഷെഫ്സ് ഉണ്ടാക്കിയ സ്പെഷ്യൽ വെജിറ്റേറിയൻ ഡിഷസാണ് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ വിളമ്പിയത്. അതിഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഈ നാട് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ വീണ്ടും എടുത്തു പറയേണ്ടതില്ലല്ലോ അല്ലേ. 2019 റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനും പിന്നീട് ഫാദർ പോപ്പ് ഫ്രാൻസിസും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും ഒക്കെ ആതിഥേയം സ്വീകരിച്ച സ്ഥലമാണ് ഞാനിപ്പോൾ ഇത്ര നേരിട്ട് അടുത്ത് നിന്ന് കാണുന്നതെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് കസൽ വത്താനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു റൂമിലേക്കാണ്. സർക്കുലർ ഷേപ്പിലുള്ള ഈ വലിയ റൂമിനെ സ്പിരിറ്റ് ഓഫ് കൊളാബറേഷൻ എന്നാണ് പറയുന്നത്. 800 ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും ചെറിയ മീറ്റിംഗ് റൂംസും ഒക്കെ ഉണ്ട് ഇതിന്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഷാൻലിയർ ആണ്. ഈ കൂറ്റൻ ഷാൻലിയർ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ കൂടുന്നത്. 3,50,000 ക്രിസ്റ്റൽസ് കൊണ്ടാണ് ഈ ഷാൻലിയർ നിർമ്മിച്ചിരിക്കുന്നത്. വെയിറ്റ് കേട്ടാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും. 12 ടണ്ണാണ് ഇതിൻ്റെ ഭാരം വരുന്നത്. ഈ ഒരു ഷാൻലിയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റൂമിൽ നിന്ന് ഒരു സ്റ്റെയർ കേസും കണക്ട് ചെയ്തിട്ടുണ്ട്. UAEയുടെ സംസ്കാരവും പൈതൃകവും വളരെ അടുത്ത് നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ ഈ യാത്ര ഞങ്ങളെ ഒരുപാട് സഹായിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. കുട്ടികൾ ഞങ്ങളെക്കാൾ സന്തോഷത്തിലാണ് ഇവിടെ സമയം ചെലവഴിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളിൽ നിന്ന് അവർ പഠിച്ച പല കാര്യങ്ങളും ഇന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു സത്യം. അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് തിരിച്ച് ദുബായിലേക്ക് യാത്ര ചെയ്യുമ്പം മനസ്സ് നിറയെ ഇന്നത്തെ ദിവസത്തെ മനോഹരമായ കാഴ്ചകളായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾക്കും കാഴ്ചകൾക്കുമായി പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.